പൂജാദശമി കേരള നടനത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ തിരുവനന്തപുരത്തിന്റെ GVHSS പേട്ട അല്ലേ? അപ്പോൾ ആ മോളുടെ മറ്റു മത്സരങ്ങൾ പങ്കെടുത്തോ മോളെ? ഇല്ല, കേരള നടനം മാത്രമേ ഉണ്ടായിരുന്നു. കേരള നടനത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ പൂജാദശമി, നല്ല വെറൈറ്റി പേരാണ്. വിജയദശമി എന്ന് കേട്ടിട്ടുണ്ട്, ഇത് പൂജാദശമിയാണ്. ഏതായാലും അവളുടെ പ്രകടനം കാണാം. പ്രകടനം കണ്ട ശേഷം നമുക്ക് അതിലൊരു സർപ്രൈസ് കൂടിയുണ്ട്, അതുകൂടി നമുക്ക് പറയാം. ഇതുമായി ചേർന്നൊരു അതിഥി. ശരി, അപ്പോ നമുക്ക് കേരള നടനം അതിൽ തുടങ്ങാം. ശ്രീരാഘവം ദശരഥ രഘുകുലാമയ രത്നദീപം രഘുകുലാമയ രത്നദീപം രഘുകുലാമയ രത്നദീപം ആര്യാണുബാഹു അരവിൽ ദലായദാക്ഷം വിനാശകരോ രാമ നിശാചര വിനാശകരോ നമാമി നമാമി പൂജാദശമി പ്രകടനത്തിന്റെ പാതി മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇടപെടേണ്ടി വരുന്നു, കാരണം നിരവധി പേരുണ്ട്. പക്ഷേ അതിൽ പാതി സമയം മറ്റൊരാൾക്ക് കൂടി കൊടുക്കുകയാണ്. പൂജാദശമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ ആരെന്ന് ചോദിച്ചാൽ മിമിക്രിക്കാരനാണ്, ചില്ലറ ആളല്ല. സരിക സുരാജ് വെഞ്ഞാറമൂട് ആദ്യകാലത്ത് മിമിക്രി അവതരിപ്പിച്ചു തുടങ്ങിയ അതേ ട്രൂപ്പിൽ അതിന് തുല്യമായ പ്രാധാന്യത്തോടെ തകർത്ത് അഭിനയിച്ച ആറാടിയ പ്രകാശ് സരിക. ഇപ്പൊ പേര് പ്രകാശ് പേട്ട എന്നാണ്, പക്ഷെ ഞങ്ങൾക്കറിയാവുന്ന പേര് പ്രകാശ് സരിക എന്നാണ്. സ്വാഗതം. അപ്പോ വളരെ സന്തോഷം അച്ഛനെയും മകളെയും ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ. മകൾ നൃത്തത്തിൽ, അച്ഛൻ മിമിക്രിക്കാരൻ. പഴയതെന്തെങ്കിലും ഓർത്ത് അനുകരിക്കാൻ പറ്റുമോ ഇപ്പോൾ? എനിക്ക് ഈ സംസ്ഥാന കലോത്സവം കാണുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പഴയകാല സ്കൂൾ കലോത്സവങ്ങളെ കുറിച്ചാണ്. ഞാൻ സംസ്ഥാന ജില്ലാ സബ് ജില്ലാ കലോത്സവം തുടർച്ചയായിട്ട് മിമിക്രിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. തുടർച്ചയായിട്ട് മോണോ ആക്ട്, ഭരതനാട്യം, നാടോടി നൃത്തം എന്നിവയിലും തുടർച്ചയായിട്ട് 3 വർഷം 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ വേളയിൽ ഇപ്പോൾ ഞാനൊരു ചെറിയൊരു 1 മാൻ ഷോ ചെയ്യാനാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ കേൾക്കുന്ന തകിലിൻ്റെ ശബ്ദം അതൊന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. പഴയ വീഞ്ഞിന് വീര്യം കൂടും. ഇന്ന് മിമിക്രി മത്സരം നടന്ന ദിവസമാണ്. അതേ ദിവസം തന്നെ ആ പഴയ കലാകാരൻ എന്ന് പറയുന്നത് പഴക്കം ചെന്ന കലാകാരൻ എന്നല്ല, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മിമിക്രിക്കാരിൽ നിന്ന്, അതായത് സുരാജിനൊപ്പം ഇപ്പോഴും നിങ്ങൾ സുഹൃത്തുക്കളാണ്. യെസ്. അപ്പോൾ ആ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്.
ഞാൻ നേരത്തെ പറഞ്ഞ വാക്കൊന്നുകൂടി ആവർത്തിക്കട്ടെ, പഴയ വീഞ്ഞാണ്, അതിന് വീര്യം കൂടുതലുമാണ്. വളരെയധികം നന്ദി പ്രകാശ് ചേട്ടാ. ഒപ്പം പൂജാദശമി മകൾ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ, ചേട്ടൻ ഉയരങ്ങളിലൊക്കെ എത്തി. ഓക്കെ, നന്ദി. താങ്ക് യു വെരി മച്ച്.